കടത്തനാട് ലേബർ സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് LDF നേതൃത്വം നൽകുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര RTO ഓഫീസിന് മുന്നിൽ നാളെ മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കും. സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായ നിക്ഷേപകർ ഉൾപ്പെടെ നിരവധി പേർ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കും. സൊസൈറ്റിയുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തുക, ഇബ്രാഹിം കുട്ടി ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, മുഴുവൻ നിക്ഷേപകരുടെയും പണം തിരിച്ചു നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സത്യാഗ്രഹ സമരം. ബുധനാഴ്ച രാവിലെ 9:30-ക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രകടനമായി സമര വളണ്ടിയർമാർ RTO പരിസരത്ത് എത്തിച്ചേരും. ദിവസവും രാവിലെ 10 മുതൽ 5 വരെ RTO ഓഫീസിന് മുന്നിൽ സമരം നടക്കും. ഇവിടെ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കെതിരെയുള്ള അവിടെ നടക്കുന്ന തട്ടിപ്പിനെതിരെയുള്ള LDFിൻ്റെ നേതൃത്വത്തിലുള്ള സമരം നാളെ RTO ഓഫീസിന് മുമ്പിൽ ആരംഭിക്കുക. അനിശ്ചിതകാല സമരമാണ് ഉദ്ദേശിക്കുന്നത്. നാളെ രാവിലെ 9:30-ന് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രകടനമായി സമരസഖാക്കൾ RTO ഓഫീസിൻ്റെ മുമ്പിൽ എത്തിച്ചത്. അവിടെ ആണ് പ്രദീപ് കുമാർ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സമരത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ എല്ലാ പ്രദേശത്തും ഓരോ ദിവസവും പങ്കെടുക്കേണ്ട സമര വളണ്ടിയർമാരെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ സമരപ്പന്തലൊക്കെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സമരം ഈ പ്രദേശത്ത് എല്ലാ രൂപത്തിലും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടലുകൾ എല്ലാ പ്രദേശത്തും LDFിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് നന്നായി നടന്നു വരികയാണ്. സമരം അനിശ്ചിതകാലത്തേക്കാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. എന്തായാലും ഈ ഇബ്രാഹിം കുട്ടി ഹാജിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ ഈ പോലീസിൻ്റെ അവരെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തിരുത്തണം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതി നടപ്പാക്കി കിട്ടണം. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിൽ കോടിക്കണക്കിന് രൂപയാണ് വിവിധ നിക്ഷേപകരിൽ നിന്നായി സമാഹരിച്ചിട്ടുള്ളത്. ആ നിക്ഷേപത്തുക മുഴുവൻ ആളുകൾക്കും തിരിച്ചു കിട്ടാൻ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുകൂടി ഈ സമരത്തിൻ്റെ മുദ്രാവാക്യമായി മുന്നോട്ട് വയ്ക്കുകയാണ്.